സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം ഇന്ന് നിയമസഭയിൽ. ശൂന്യവേള കഴിഞ്ഞായിരിക്കും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ധവളപത്രം സഭയിൽ വെക്കുക. രാവിലെ 8-ന് ചേരുന്ന മന്ത്രിസഭായോഗം ധവളപത്രത്തിന് അംഗീകാരം നൽകും. വി അരുണുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, വളരെ നിർണായകമായ ദിവസമെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. സോ അതെന്തായിരിക്കും എന്നുള്ളതും എന്താണ് സർക്കാർ ഖജനാവിലുള്ളത് എന്നത് സംബന്ധിച്ചും എന്തൊക്കെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഹരി, പൂച്ചപെറ്റി കിടക്കുന്ന ഖജനാവെന്നാണ് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരിക്കെ വി.ഡി. സതീശൻ സംസ്ഥാന ഖജനാവിനെ വിശേഷിപ്പിച്ചത്. അത്രയധികം സാമ്പത്തിക ദുർബലാവസ്ഥയിലുള്ള ഖജനാവ്, അതിന് നികുതി ഇല്ലാത്തത് മാത്രമല്ല, കേന്ദ്ര സർക്കാർ നയങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന നികുതി വരവ് നിലച്ചതോ മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ ധൂർത്തും അതിന് പ്രധാന കാരണമാണ്. നികുതി വരാനുള്ള വഴികൾ അടച്ചു, നികുതി ചോർച്ചയുണ്ടായി, കൃത്യമായി നികുതി പിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തി കഴിഞ്ഞ സർക്കാർ. അതുകൊണ്ടാണ് സംസ്ഥാന ഖജനാവ് ചോർന്നതെന്നാണ് UDFന്റെ വാദം. അതുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നയുടൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഒരു ധവളപത്രം പുറത്തിറക്കുമെന്ന് വി.ഡി. സതീശൻ സർക്കാർ പ്രഖ്യാപിച്ചത്. അവരുടെ തെരഞ്ഞെടുപ്പ് കാലത്തും അവർ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തിന്റെ ഖജനാവിന്റെ യഥാർത്ഥ അവസ്ഥ വ്യക്തമാക്കുന്ന ധവളപത്രം പുറത്തിറക്കുമെന്ന്. എന്നാൽ ആ ധവളപത്രം പുറത്തിറക്കി ഉമ്മാക്കി കാട്ടേണ്ട എന്ന മറുപടിയാണ് പിണറായി വിജയനും പ്രതിപക്ഷവും ഇതിന് നൽകിയത്. ഇന്നലെ കെ രാജന്റെ ഒരു പ്രസംഗം നിയമസഭയിൽ വളരെ ശ്രദ്ധേയമായിരുന്നു. ഒരു കാരണം പൂച്ച പെറ്റി കിടക്കുന്ന ഖജനാവെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ പൂച്ച 5500 കോടി രൂപ പെറ്റ പൂച്ചയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെ പരിഹസിച്ചിരുന്നു കെ രാജൻ. CPI നേതാവ് കൂടിയായ മുൻ റവന്യൂ മന്ത്രി കെ രാജൻ. എന്താണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ? 5500 കോടി നീക്കിയിരിപ്പുമായാണോ KN ബാലഗോപാൽ സംസ്ഥാന ഖജനാവ് വി.ഡി. സതീശനെ ഏൽപ്പിച്ച് പോയത്? അല്ലയോ അല്ലെങ്കിൽ ഈ അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഭരണപക്ഷം പറയുന്നത് പോലെ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണോ? എന്താണ് സംസ്ഥാനത്തെ യഥാർത്ഥ ധനസ്ഥിതി എന്ന് ഇന്ന് അറിയാം. KM ചന്ദ്രശേഖരൻ, മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖരൻ അധ്യക്ഷനായ സമിതിയെയാണ് സർക്കാർ ധവളപത്രം തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയത്. ആ റിപ്പോർട്ട് ദിവസങ്ങൾക്ക് മുമ്പ് വി.ഡി. സതീശന് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണിക്ക് ചേരുന്ന മന്ത്രിസഭായോഗം ആ ധവളപത്രം വിശദമായി പരിശോധിക്കും. അത് മന്ത്രിസഭായോഗം അംഗീകാരം നൽകും. അവിടെ നിന്ന് നേരെ ഇന്ന് 0 അവറിന് ശേഷം, ശൂന്യവേളയ്ക്ക് ശേഷം നിയമസഭയിലും ടേബിൾ ചെയ്യും ധവളപത്രം. സംസ്ഥാനത്തിലെ യഥാർത്ഥ ധനസ്ഥിതി വ്യക്തമാകുന്ന ധവളപത്രം. പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണോ KN ബാലഗോപാൽ കൈമാറിയത്, അല്ലെങ്കിൽ അവർ അവകാശപ്പെടും പോലെ 5500 കോടി നീക്കിയിരിപ്പുള്ള ഖജനാവാണോ? ഏതൊക്കെ തരത്തിലാണ് സംസ്ഥാന നികുതി ചോർച്ചയുണ്ടായത്? ഏതൊക്കെ തരത്തിലാണ് സംസ്ഥാനത്ത് സാമ്പത്തിക ക്രമക്കേട് പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നത് എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുന്ന ഒരു പേപ്പറായി മാറും, ഒരു രേഖയായി ധവളപത്രം മാറും. ഏറ്റവും നിർണായകമാണ് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളിൽ ഇടതുമുന്നണിയെ വലിയ പ്രതിരോധത്തിലാക്കിയ ഖജനാവ് കാലി, വലിയ അഴിമതി, വലിയ ധൂർത്ത് എന്ന പ്രതിപക്ഷാരോപണം. അതിനെ മറികടക്കണമെങ്കിൽ ഇടതുമുന്നണിക്ക് ഈ ഇന്നത്തെ ധവളപത്രത്തിൽ സംസ്ഥാന ഖജനാവ് കാലിയായിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ കഴിയണം. അങ്ങനെ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഇടതുമുന്നണിക്ക് നേട്ടമാവും. അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്? കിഫ്ബി അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ക്രമക്കേടുണ്ടായെന്ന വിമർശനങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ തുടരന്വേഷണം അടക്കം ഇതിന് ബാക്കിയായി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. രാവിലെ 8 മണിക്ക് നിർണായക മന്ത്രിസഭായോഗം ചേരും. മന്ത്രിസഭായോഗം അംഗീകരിച്ച ശേഷം ആ ധവളപത്രം ഇന്ന് സഭയിൽ ടേബിൾ ചെയ്യും, നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. അതോടുകൂടി അതൊരു പൊതുരേഖയായി മാറും. പ്രതിപക്ഷവും മുഖ്യമന്ത്രിയുമൊക്കെ ധവളപത്രത്തിൽ തങ്ങളുടെ നിലപാട് സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ വിശദീകരിക്കും. അരുൺ, ഒരു ചോദ്യം കൂടെ. നികുതി ചോർച്ച, സാമ്പത്തിക പ്രശ്നങ്ങൾ, കിഫ്ബിയിലെ ചോർച്ച, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചർച്ചകളൊക്കെ നടക്കും, സ്വാഭാവികമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലുള്ള 2 പോയിന്റുകളുണ്ടല്ലോ. അതായത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF പറഞ്ഞത്, അല്ലെങ്കിൽ UDF പറഞ്ഞത് തന്നെയാണല്ലോ, പൂച്ച പെറ്റി കിടക്കുകയാണ് ഖജനാവിൽ എന്നുള്ളതായിരുന്നു UDF പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കെ രാജൻ പറഞ്ഞതായിക്കോട്ടെ, മുൻമന്ത്രി കെ രാജൻ പറഞ്ഞതായിക്കോട്ടെ, 5500 കോടി രൂപയോളം ഖജനാവിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിലവിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുന്നത്തെ സർക്കാരിന്റെ ഖജനാവിൽ പൂച്ച പറ്റിയിട്ടിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇത് തിരിച്ചടിയാവാനുള്ള സാധ്യതയും ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ട്. കാരണം ഇപ്പോൾ സഭയ്ക്കുള്ളിലും പുറത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള പോര് ഇപ്പോൾ ധവളപത്രം പുറത്തിറക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും ധവളപത്രം ഒരു വിസ്മയമെന്നാണ് കഴിഞ്ഞ ദിവസം
എല്ലാ കാര്യങ്ങളിലും വിസ്മയം കൂട്ടിച്ചേർത്ത് പറയുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ ധവളപത്രവും വിസ്മയമായിരിക്കും. കഴിഞ്ഞ ദിവസം സഭയിൽ വിലക്കയറ്റത്തിന് ചർച്ച നടക്കുമ്പോൾ വലിയ വാഗ്വാദം, ഭരണപ്രതിപക്ഷ വാഗ്വാദം ഉണ്ടായിരുന്നു. എന്താണ് സംസ്ഥാനം സംഭവിക്കുന്നത്, നികുതി ചോർച്ച എങ്ങനെ ഉണ്ടാകുന്നു, പെട്രോളിയത്തിന്റെ അധിക നികുതി, അധിക സെസ്സിലൂടെ 2% സെസ് ഏർപ്പെടുത്തിയുള്ള വരുമാനം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കാലാകാലങ്ങൾ വർദ്ധിക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനം, ഇതെല്ലാം ലഭിച്ചിട്ടും എന്തുകൊണ്ട് സംസ്ഥാന ഖജനാവ്, സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മോശമെന്നും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലും പറയേണ്ടി വന്നു. സംസ്ഥാനം ഞെരുങ്ങിയാണ് പോകുന്നതെന്ന് പറയേണ്ടി വന്നു. അതിലൊക്കെ ഒരു വിസ്മയം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ വിസ്മയം പുറത്തു വരും ഈ ധവളപത്രത്തോടെ കൂടി എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അവർക്കത് സ്ഥാപിക്കുക, അവരുടെ അന്നത്തെ വാദങ്ങൾ, പ്രതിപക്ഷത്തായിരിക്കും ഉന്നയിച്ച വാദങ്ങൾ, ഇതിനുശേഷം ധവളപത്രം തയ്യാറാക്കാൻ തുടങ്ങിയ ശേഷം പറഞ്ഞ വാദങ്ങളുണ്ട്. അതായത് എന്തുകൊണ്ട് ഇങ്ങനെ സംസ്ഥാനം വലിയ നികുതി ചോർച്ച ഉണ്ടാകുന്നു, എന്തുകൊണ്ട് സംസ്ഥാനത്തിന് വലിയ കടബാധയുണ്ടാകുന്നു, എന്തുകൊണ്ട് സംസ്ഥാന ഖജനാവ് കാലിയാകുന്നു എന്നതിനൊക്കെ കൃത്യമായ തെളിവുകൾ അടക്കമാകും ഒരുപക്ഷെ ധവളപത്രത്തിൽ വരിക. അതിന്റെ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ UDF ക്യാമ്പിലുണ്ട്. എന്നാൽ ഇടത് ക്യാമ്പും വലിയ ആത്മവിശ്വാസം തന്നെയാണ്. കാരണം അവർ പറയുന്നത് 5500 കോടി നീക്കിയിരിപ്പുണ്ടെന്ന് വിവരാവകാശ രേഖകൾ തന്നെയുണ്ട്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ആ കാര്യം സാധൂകരിക്കാൻ പോകുന്നത്, ആര് പറഞ്ഞതാണ് ശരിയെന്ന് ഇന്ന് വളരെ വ്യക്തമായി അറിയാൻ കഴിയും. ആര് പറഞ്ഞതാണ് ശരി, ധവളപത്രം വിസ്മയമാകുമോ ഉമ്മാക്കിയാകുമോ എന്നുള്ളത് കാത്തിരിക്കുകയാണ് സംസ്ഥാനം. വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.